प्यारे बच्चों नमस्ते। 7ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ജരൂരി ഖുറാഖ് എന്ന ഏകാംഗിയിലെ ഏകാംഗി പറഞ്ഞാൽ എന്താണ്? ഡ്രാമ, നാടകം. ബൽറാം അഗ്രവാൾ എഴുതിയിട്ടുള്ള ബാല ഏകാംഗിയാണ് ജരൂരി ഖുറാഖ്. നമ്മൾ പഠിച്ചു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാടകത്തിന്റെ കുറച്ചു ഭാഗം എടുത്തു അല്ലേ? ഇന്ന് നമുക്ക് പകുതി ഭാഗത്തോളം നമുക്കിന്ന് എടുക്കാം. എല്ലാവരും പാഠഭാഗത്തിലേക്ക് ശ്രദ്ധിക്കൂ എല്ലാവരും. ചിത്രം കണ്ടോ? ചിത്രം തേക്കിയേ. ആകെ ഭൂകമ്പം ഉണ്ടായിട്ടില്ലേ? ആകെ തകർന്ന് തരിപ്പണമാകുന്നു അല്ലേ? മമ്മി ഹക്ക് പക്കാക്കർ ഗുസ്സേമേ അരേ അരേ യേ ക്യാ കർ രഹേ ഹേ അല്ലേ? അമ്മ എന്താ ചെയ്തിരിക്കുന്നത്? മമ്മി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നല്ല സീരിയൽ മുഴുകിയിരിക്കുകയാണല്ലേ? നല്ല സീരിയലിൽ എന്താണ് മുഴുകിയിരിക്കുകയാണ്. അതിലുള്ള സംഭവങ്ങളൊക്കെ സന്തോഷം വരുമ്പോൾ സന്തോഷിക്കുന്നു, കരച്ചിൽ വരുമ്പോൾ അല്ലേ, സങ്കടം വരുമ്പോൾ ദുഃഖിക്കുന്നു അല്ലേ? അങ്ങനെയൊക്കെ അതിൽ മുഴുകി സീരിയൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അച്ഛൻ എന്താണ് നല്ല ചൂടുള്ള വാർത്ത അറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ കടന്നു വരുന്നത് അല്ലേ? അച്ഛൻ എന്ത് ചെയ്തു? വന്ന് റിമോട്ട് എടുത്ത് ചാനൽ മാറ്റാൻ തുടങ്ങുന്നു. മമ്മി അപ്പം എന്താ പരിഭ്രമിച്ചല്ലേ? ഹക്ക് പക്കാക്കർ ആകെ പരിഭ്രമിച്ച് ഗുസ്സേമേ ദേഷ്യത്തോടെ. ഗുസ്സേമേ എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിൽ. അരേ അരേ ഏ ക്യാ കർ രഹേ ഹേ ഹേയ് അരേ അരേ എന്ന് പറഞ്ഞാൽ ഹേയ് എന്തായി കാണിക്കുന്നത്? ക്യാ കർ രഹേ ഹേ എന്താണ് ഈ കാണിക്കുന്നത്? പപ്പ ന്യൂസ് ചാനൽ പർ ലഗാ രഹാ ഹൂം. അച്ഛൻ എന്താ പറഞ്ഞേ? പപ്പ എന്താ പറഞ്ഞേ? ന്യൂസ് ചാനൽ ലഗാ രഹാ ഹൂം. ന്യൂസ് ചാനൽ വെക്കാനാണ്, അതായത് ന്യൂസ് കാണാനാണ് അല്ലേ? മമ്മി ഹേ ഭഗവാൻ മനോരഞ്ജൻ ചാനലോം സേ ഇത്തനി ചിട് ക്യോം ഹേ ആപ്കോ? ഹേ ഭഗവാൻ ദൈവമേ. ഹേ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ദൈവമേ. എന്താ പറഞ്ഞേ? മനോരഞ്ജൻ ചാനലോം സേ ഇത്തനി ചിട് ക്യോം ഹേ ആപ്കോ? എൻ്റർടൈൻമെൻറ്റ് അല്ലേ? മനോരഞ്ജന എൻ്റർടൈൻമെൻറ്റ് ചാനലുകളോട് നിങ്ങൾക്ക് എന്താ ഇത്ര വെറുപ്പ്? അതായത് രസിക്കാനുള്ള ചാനലുകളോടല്ലേ നിങ്ങൾക്ക് എന്താണ് ഇത്ര വെറുപ്പ്? പാപ്പ रिमोट से चैनल बदलते हुए निठल्ला नकारा और बुद्धिहीन बना डालने वाले चैनलों को मनोरंजन चैनल समझाना पता नहीं कब छोड़ेंगी तुम. അപ്പം എന്താ പറഞ്ഞത്? റിമോട്ട് സെ ചാനൽ ബദൽത്തെ ഹുയെ, റിമോട്ട് എടുത്ത് ചാനൽ മാറ്റിക്കൊണ്ട് നിറ്റല്ല നക്കാര ഓർ ബുദ്ധിഹീൻ ബനാ ഡാൽനെ വാലെ മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാത്തതും ബുദ്ധിഹീനരാക്കുന്നതുമായ ചാനലുകളെയാണ് മനോരഞ്ജന എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ എന്ന് മനസ്സിലാക്കാത്ത കാലത്തോളം നീ എന്താ നന്നാവില്ല അല്ലേ? നെഹീം കബി ചോടെങ്കി തും, നീ എന്നാണോ അതൊക്കെ ഉപേക്ഷിക്കുന്നത് അന്ന് നീ ശരിയാവുള്ളൂ എന്നാണ് അച്ഛൻ പറയുന്നത്. മമ്മി 51 per ലഗാവോ. അപ്പം എന്താ അച്ഛൻ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പം മമ്മി എന്താണ് 51 per 51 എന്ന് പറഞ്ഞാൽ എന്താ 51. 51 पर लगाओ न्यूज़ चैनल 50 के बाद ही है सारे नाश कर दिया सारे सीरियल का. ദാ അച്ഛനിങ്ങനെ മാറ്റുമ്പോൾ പറയണത് 51 पर लगाओ 51 51 വെക്കൂ. ന്യൂസ് ചാനൽ 50 के बाद ही है सारे, എല്ലാ ന്യൂസ് ചാനലുകളും 50 ശേഷമാണുള്ളത്. നാശ് കർ ദിയ സാരെ സീരിയൽ കാ, ഇന്ന് എൻ്റെ സീരിയലൊക്കെ നശിപ്പിച്ചു. പപ്പ ന്യൂസ് ചാനൽ पर पहुंच जाते हैं, ന്യൂസ് ചാനൽ എത്തി അല്ലേ? ന്യൂസ് ചാനൽ വെക്കുന്നു. സമാചാർ വാചിക, ന്യൂസ് ചാനൽ വെച്ചാൽ എന്താ? വാർത്ത വായിക്കൂലേ? അപ്പം വാർത്ത വായിക്കുന്ന വാർത്ത, അപ്പം എന്താ വാർത്ത വായിക്കുന്ന ആൾ, അതാണ് സമാചാർ വാചിക, ന്യൂസ് റീഡർ. സമാചാർ വാചിക पूरे टोक्यो शहर में बिजली की सप्लाई टम पट गई है और टावर्स टूट गए हैं, जिसके कारण शहर का संपर्क बाकी जगहों से खत्म हो गया है. इस भूकंप की तीव्रता रिक्टर पैमाने पर 7.1 मापी गई. जापान में पिछले माह भी भूकंप आया था. समाचार वाचिക ന്യൂസ് വായിക്കുന്ന ആളല്ലേ? ന്യൂസ് വായിക്കാണ്, വാർത്ത വായിക്കുന്ന ആൾ, ന്യൂസ് റീഡർ. പൂരെ ടോക്കിയോ ശഹർ മേ, ടോക്കിയോ മുഴുവൻ, ടോക്കിയോ പട്ടണം അല്ലേ മുഴുവൻ എന്താ? ബിജ്ലിക്ക് സപ്ലൈ ടപ്പ് പട്ട് ഗയി ഹെ, വൈദ്യുതി സപ്ലൈക്ക് എന്താ
നിലച്ചു അല്ലേ. അപ്പം എന്താ, ടവറുകളൊക്കെ തകർന്നു. ഭൂകമ്പത്തിൽ ടവറുകളൊക്കെ തകർന്നാകെ വൈദ്യുതിയൊന്നും ഇല്ലാതായി. ജിസ്കി കാരണം ഷഹർ കാ സമ്പർക്ക് ബാക്കി ജഗഹോം സെ ഖത്തം ഹോ ഗയ. ഇത് കാരണം മറ്റുള്ള സ്ഥലങ്ങളുമായിട്ട് സമ്പർക്കം ചെയ്യാൻ പറ്റാതായി അല്ലേ. ഖത്തം ഹോ ഗയ. അവസാനം ഇസ് ഭൂകമ്പ് കി തീവ്രത റിക്ടർ പേമാനെ പർ. ഈ ഭൂകമ്പത്തിൻ്റെ അല്ലേ തീവ്രത, ഭൂകമ്പത്തിൻ്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ, റിക്ടർ പേമാന എന്ന് പറഞ്ഞാൽ റിക്ടർ സ്കെയിലിൽ 7.1 അല്ലേ മാപി ഗെയ് രേഖപ്പെടുത്തി. മാപി ഗെയ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുക. അപ്പം ഈ ഭൂകമ്പത്തിൻ്റെ തീവ്രത, ശക്തത അല്ലേ, തീവ്രത റിക്ടർ സ്കെയിലിൽ എത്ര 7.1 രേഖപ്പെടുത്തി. ജാപ്പാൻ മേ പിछले माह भी ഭൂകമ്പ് ആയാത്ത. കഴിഞ്ഞ മാസവും അല്ലേ, പിछले മാഹ് എന്ന് പറഞ്ഞാൽ മഹീന മാസം. അപ്പം ജപ്പാനിൽ കഴിഞ്ഞ മാസവും എന്താ ഭൂകമ്പ് ആയാത്ത, ഭൂകമ്പം ഉണ്ടായിരുന്നു, ഭൂകമ്പം അനുഭവപ്പെട്ടിരുന്നു. അപ്പം നമുക്ക് ഇതുവരെ എടുക്കാം. അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. അപ്പം നമുക്ക് ഇതിലുള്ള വേർഡ് മീനിങ് ശ്രദ്ധിക്കാം. ശബ്ദാർത്ഥം എന്താ, മീനിങ് വേർഡ്സ് അല്ലേ. അപ്പം നോക്കുക. ജബർദസ്ത് സ്ട്രോങ് ശക്തമായ, ജബർദസ്ത് ശക്തമായ സ്ട്രോങ്. മൗത്ത് ഡെത്ത് മരണം, മൗത്ത് ഡെത്ത് മരണം. നുക്സാൻ ലോസ് നഷ്ടം, നുക്സാൻ ലോസ് നഷ്ടം. മഞ്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ മഞ്ച് പറഞ്ഞാൽ എന്താ, സ്റ്റേജ്. തബാഹോന തകരുക, തബാഹോന തകരുക, ടു ബി ഡിസ്ട്രോയിഡ്. ഇമാരത്ത് ബിൽഡിംഗ് കെട്ടിടം, ഇമാരത്ത് ബിൽഡിംഗ് കെട്ടിടം. മനോരഞ്ജൻ എൻ്റർടൈൻമെൻറ്റ് വിനോദം, നേരം പോക്ക് എന്നൊക്കെ പറയും കേട്ടോ. മനോരഞ്ജൻ എൻ്റർടൈൻമെൻറ്റ് വിനോദം. അപ്പം എല്ലാവരും മീനിങ് വേർഡ്സ് എഴുതുക. ഇതിനൊരു ക്വസ്റ്റ്യൻ തരാം. ഇസ് ഏകാംഗി മേ കിത്തനെ പാത്ര ഹേ. ഇസ് ഏകാംഗി, ഏകാംഗി എന്ന് പറഞ്ഞാൽ എന്താ, നാടകം അല്ലേ, ഡ്രാമ. ഇസ് ഏകാംഗി മേ കിത്തനെ പാത്ര ഹേ. കിത്തനെ പാത്രം എന്ന് പറഞ്ഞാൽ പാത്ര, കഥാപാത്രങ്ങളല്ലേ. അപ്പം എത്ര കഥാപാത്രങ്ങളുണ്ട് ഈ ഏകാംഗിയിൽ, ഈ നാടകത്തിൽ, ഈ ഡ്രാമയിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്? എത്ര കഥാപാത്രങ്ങളുണ്ട് പറയൂ, ആരാ പറയാ? എല്ലാവരും ടെക്സ്റ്റ് വായിച്ച് നന്നായി വായിച്ചിട്ട് ഉത്തരം കണ്ടെത്തി എഴുതട്ടോ. ആൻസർ എല്ലാവരും എഴുതുക. ക്വസ്റ്റ്യൻ എന്താ, ഇസ് ഏകാംഗി മേ കിത്തനെ പാത്ര ഹേ. ഈ നാടകത്തിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്? മനസ്സിലാവണല്ലേ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? नेक्स्ट क्वेश्चन, हिंदी समाचार पत्रों के रूप में कौन कौन आते हैं? हिंदी समाचार पत्रों के रूप में कौन कौन आते हैं? हिंदी समाचार, हिंदी ന്യൂസ്പേപ്പറിന്റെ രൂപത്തിലല്ലേ കോൺ 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 ഹൂസിലെ ആരൊക്കെയാണ്? ആത്തേ ഹേ, ആരൊക്കെയാണ് ഹിന്ദി സമാചാർ പത്രത്തിന്റെ രൂപത്തിൽ വരുന്നവർ? ആരെല്ലാമാണ്? അങ്കിത് और ശിവാനി, അങ്കിത് और ശിവാനി. അങ്കിതും ശിവാനിയാണ് ഹിന്ദി സമാചാർ പത്രത്തിന്റെ രൂപത്തിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, अंग्रेजी समाचार पत्र के रूप में कौन आता है? ഇംഗ്ലീഷ് പത്രം ആയി വരുന്നത് ആരാ? ശുഭം. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറായി വരുന്നത് ആരാണ്? ആൻസർ ശുഭം. समाचार पत्र का मुख्य समाचार क्या था? समाचार पत्र का, समाचार പത്രത്തിലെ മുഖ്യ സമാചാർ പ്രധാന വാർത്ത क्या है എന്തായിരുന്നു? क्या था എന്തായിരുന്നു? समाचार पत्र का मुख्य समाचार क्या था? समाचार ന്യൂസ് പേപ്പറിന്റെ മുഖ്യ ന്യൂസ് എന്തായിരുന്നു? जापान का भूकंप, जापान का जबरदस्त भूकंप. മീനിങ് മനസ്സിലാക്കിയിട്ട് പാഠഭാഗം നന്നായിട്ട് വായിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ധന്യവാദം.